സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഭാരതം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുരുന്നുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രതിഭാശാലിയായ ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. മതമോ ജാതിയോ ഏതുമാകട്ടെ, നാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർമ്മിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ ഭരണകർത്താവാണ് ജവഹർലാൽ നെഹ്റു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ചിന്തയിലൂന്നിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ നെഹ്റു നടത്തിയ പരിശ്രമങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് കരുത്തായതെന്നത് ചരിത്രമാണ്. ഗ്രാമങ്ങൾ തോറും വിദ്യാലയങ്ങൾ ആരംഭിച്ച് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് നികത്തുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് നെഹ്റുവാണ്. ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതും മനോഹരമായതും കുഞ്ഞുങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയാണ്. അവ മായാതിരിക്കുവാനായി നാം എന്നെന്നും പരിശ്രമിക്കണം. കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും ഒരുപോലെയാണ്. അവ മൃദുലവും നിർമ്മലവുമാണെന്നാണ് ചാച്ചാജി പറയുക. ഒരു നേരത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് കുരുന്നുകളെപ്പോലും ഈ ദിവസം നാം ഓർക്കേണ്ടതാണ്. കുട്ടികളാണ് രാജ്യത്തിൻ്റെ ഭാവി. രാജ്യത്തെ പുതിയ സാങ്കേതിക വഴിയിലേക്ക് നയിക്കുന്ന വിജയത്തിൻ്റെയും വികസനത്തിൻ്റെയും താക്കോലാണ് ഓരോ കുട്ടിയും. നെഹ്റുവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു കുട്ടികളും റോസാപ്പൂക്കളും. അദ്ദേഹത്തിൻ്റെ വാക്കുകളനുസരിച്ച് കുട്ടികളെ ശ്രദ്ധാപൂർവവും സ്നേഹപൂർവം വളർത്തിയെടുക്കണം. കാരണം അവർ രാജ്യത്തിൻ്റെ ഭാവിയാണ്. നാളത്തെ പൗരന്മാരും രാജ്യത്തിൻ്റെ ശക്തിയും സമൂഹത്തിൻ്റെ അടിത്തറയുമാണവർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയും നെഹ്റു തന്നെയായിരുന്നു. സമാധാനത്തിൻ്റെ അനുയായി ആയിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ജീവിതത്തിലും രാജ്യസേവനത്തിലും മാത്രമല്ല, കുട്ടികൾക്കിടയിലും പ്രശസ്തനായിരുന്നു അദ്ദേഹം. ചുവന്ന റോസാപ്പൂക്കളോട് കാണിച്ച അതേ ഇഷ്ടവും സ്നേഹവും അദ്ദേഹം എന്നെന്നും കുട്ടികളോടും കാണിച്ചിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1964 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ഭാരതം ശിശുദിനമായി കൊണ്ടാടുന്നു. ചാച്ചാ നെഹ്റുവിന് കുട്ടികളോടുള്ള ആഴത്തിലുള്ള സ്നേഹമാണ് ശിശുദിനം ആഘോഷിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഭാവിയിൽ വികസിത സമൂഹത്തെ സൃഷ്ടിക്കുവാനായി കുട്ടികളാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ എന്ന് നെഹ്റു അഭിപ്രായപ്പെടുന്നു. സ്നേഹത്തോടെ ശിശുദിനാശംസകൾ.